ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഒരുക്കും സ്വാഗതം. കഴിഞ്ഞ ഒരുപാട് മാസങ്ങളായിട്ട് നാം എല്ലാം തന്നെ ഉറ്റുനോക്കിയത് ഇന്നത്തെ ഈ ഒരു ദിവസത്തിനായിട്ടാണല്ലോ. ഇന്ന് ഓഗസ്റ്റ് 14 തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നു കൂലി, വാർ 2 തുടങ്ങിയ രണ്ട് വമ്പൻ ഇന്ത്യൻ സിനിമകൾ. രണ്ട് സിനിമകളുടെയും ആദ്യ പ്രതികരണങ്ങളെല്ലാം തന്നെ കൂടുതൽ പേരിലേക്കും എത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. രണ്ട് സിനിമകളും പ്രതീക്ഷ ഒരു പോസിറ്റീവ് അഭിപ്രായങ്ങളിലേക്ക്, ക്ലീൻ പോസിറ്റീവ് അഭിപ്രായങ്ങളിലേക്ക് എത്തിയിട്ടില്ലാന്ന് അഭിപ്രായങ്ങൾ നോക്കുമ്പോൾ വ്യക്തം. കൂലി ഒരു തവണ കണ്ടിരിക്കാൻ തുടങ്ങിയ മിക്സഡ് അഭിപ്രായങ്ങളാണ് നേരിടുത്തതെങ്കിൽ വാർ 2 എന്ന സിനിമ ബിലോ ആവറേജ് നെഗറ്റീവ് അഭിപ്രായങ്ങളാണ് നേരിടുത്തത്. ഇന്നലെ വരെ കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളായിട്ട് വാർ 2 എന്ന സിനിമയേക്കാൾ ഒരുപാട് ഇരട്ടിക്ക് മുകളിലായിരുന്നു കൂലി എന്ന സിനിമയുടെ ബുക്ക് മൈ ഷോ ബുക്കിംഗ് എങ്കിൽ ഇപ്പോഴത്തെ വാർ 2 കൂലി എന്ന സിനിമയുടെ ബുക്കിങ്ങിനെ മറികടന്നിരിക്കുകയാണ്. ഇന്നിപ്പോഴത്തെ ഉച്ച സമയത്ത് തന്നെ നമുക്ക് നോക്കിയാൽ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് അവസാന മണിക്കൂറിലെ ടിക്കറ്റ് വിൽപ്പനയിൽ കൂലി എന്ന സിനിമ 1000 ടിക്കറ്റുകൾക്ക് പിന്നിലാണ് വാർ 2വിനേക്കാൾ. കഴിഞ്ഞ മണിക്കൂറിലെ 34,000-ൽ പരം ടിക്കറ്റുകളാണ് കൂലിയുടെ പേരിൽ വിറ്റഴിച്ചതെങ്കിൽ വാർ 2വിന്റെ ടിക്കറ്റ് വിൽപ്പന ഇപ്പോഴത്തെ 35,000 കടന്ന് 36,000 അടുക്കുകയാണ്. അപ്പോൾ കൂലിയുടെ അഭിപ്രായങ്ങൾ സിനിമയുടെ ബുക്കിങ്ങിൽ വലിയ രീതിയിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. വാർ 2 എന്ന സിനിമയെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ വളരെ ശോകം ബുക്കിംഗ് ആയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ സാക്ഷാൽ രചനയുടെ ലോകേഷ് സംവിധാനം ചെയ്ത കൂലിയുടെ ടിക്കറ്റ് വിൽപ്പനയെ മറികടന്നു നോക്കി പറയുമ്പോൾ അത് വാർ 2വിന്റെ ഒരു നേട്ടമായിട്ട് തന്നെ എടുത്ത് പറയാം. ഇതിനിടയിൽ വാർ 2വിന്റെ ആദ്യ ദിവസത്തെ പ്രീ സെയിൽ കളക്ഷൻ അപ്ഡേറ്റ് ആക്കപ്പെട്ടിട്ടുണ്ട്. അത് പ്രകാരം ഇന്നലെ അർദ്ധരാത്രിയോടെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 45 കോടിയിലേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് പ്രീ സെയിൽ എത്തപ്പെട്ടിരിക്കുന്നു. അതേസമയം കേരള പ്രീ സെയിൽ പതിവ് പോലെ ശോകമാണ്. 25 ലക്ഷം രൂപയാണ് സിനിമയുടെ ആദ്യ ദിവസത്തെ ഫൈനൽ കേരള പ്രീ സെയിൽ. ഇന്ന് രാത്രി എസ്റ്റിമേറ്റ് റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ, ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കേരളത്തിൽ 1 കോടിയെങ്കിലും സിനിമയ്ക്ക് കളക്ഷൻ കടക്കാൻ കഴിയുമോ എന്നാണ് ഇനി നാം ഉറ്റുനോക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ കൂലി വാർ 2 വാർത്തകൾക്ക്.